ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ബ്രെഡ് കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 കഷ്ണം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഹാർഡ് ബ്രെഡാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് സോഫ്റ്റ് ബ്രെഡ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ മിക്സിയിലൊന്നും അടിക്കേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതിലേക്ക് നല്ല വലിപ്പമുള്ള ഒരു സവാള നേരിയതായിട്ട് കഷ്ണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 1.5 സ്പൂണോളം ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിനുശേഷം ഞാനതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂണോളം കടലമാവും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കടലപ്പൊടിക്ക് പകരം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാം കൂടി ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട, കാരണം സവാളയിൽ നിന്നൊക്കെ തന്നെ കുറച്ച് വെള്ളമൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം പെട്ടെന്ന് ഒഴിക്കരുത്, ബ്രെഡാണ്, പെട്ടെന്ന് തന്നെ വെള്ളം കുടിച്ച് അത് ഭയങ്കര ലൂസായിട്ട് പോകും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചത് ഏകദേശം ഈ ഒരു പരുവാവണ വരെ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ സാധാരണ എല്ലാം പൊരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് വേറെ ഷേപ്പ് ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ ഉള്ളിവജിയുടെയൊക്കെ ഒരു ഷേപ്പിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനപ്പോൾ ചെറുതായിട്ടുള്ള ബ്രെഡ് പക്കവടകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമുക്കിത് കുറഞ്ഞ തീയിലിട്ടിട്ട് അകവും പുറവും എല്ലാം നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഞാനിത് മറിച്ചിടുന്നുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചും നമുക്ക് നമ്മുടെ പക്കവട ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ദാ നമ്മുടെ ഫസ്റ്റത്തെ ബാച്ച് പക്കവടകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് കോരി മാറ്റുവാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കവട. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ റമദാൻ എല്ലാമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായവർ, നമ്മുടെ ചാനൽ ഇഷ്ടമായവർ നമ്മുടെ വേൾഡ് വ്ളോഗ്സ് 786 എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.